മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം 4-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ പിതാവായ ദൈവം ആദത്തോടും ഹവ്വായോടുമായിട്ട് പറയുന്നു, നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, നിങ്ങളത് തിന്നരുത്. എന്നാൽ അവരത് അനുസരിക്കാതെ ആ പഴം തിന്നു. അതായിരുന്നു ആദ്യ പാപം. ഈ ആദ്യ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ പിന്നീട് ഒരു കുഞ്ഞായിട്ട് ജനിച്ച് വളർന്ന് പാടുപീഡകളേറ്റ് ഒടുവിൽ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോടായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആദ്യ പാപം തിന്നരുത്, ഭക്ഷിക്കരുത് എന്നുള്ളതായിരുന്നുവെങ്കിൽ അതിന് പരിഹാരമായിട്ടുള്ള ഈശോയുടെ വാചകം ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്നുള്ളതാണ്. ആദ്യ പാപം തിന്നരുത് എന്ന കൽപ്പനയുടെ ലംഘനമായിരുന്നുവെങ്കിൽ അതിനുള്ള പരിഹാരം ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്ന കൽപ്പനയുടെ അനുസരണമാണ്. വായിച്ച് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. തിരുസഭയുടെ വജ്രായുധമായ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ചിന്തകൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ്. സഭാപിതാവായ വിശുദ്ധ ഇരണേവൂസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ഹൃദയ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷത്തിന്റെ ആദ്യ വാചകം ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് ഒരു പറ്റം മനുഷ്യരിങ്ങനെ ഈശോയുടെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തായിരുന്നു കഠിനമെന്നറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുന്നിലുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഈശോ ഇങ്ങനെ തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു പറ്റം ജനസമൂഹങ്ങൾക്ക് വിശുദ്ധ കുർബാനയെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെൻ്റെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവുമാണെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിലുള്ള ഈ ശരീരവും രക്തവും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യണമെന്നൊക്കെ ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഈശോയുടെ ആധികാരികമായ പ്രബോധനം കേട്ടിരുന്ന ജനസമൂഹത്തിൽ നിന്ന് ഒരു പറ്റം മനുഷ്യരിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. 12 അപ്പസ്തോലന്മാരായിരുന്നു ഈശോയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിലും ഈശോയ്ക്ക് ഒട്ടനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ മൃഗീയ ഭൂരിപക്ഷം പേരും ഇങ്ങനെ ഈശോയുടെ മുന്നിൽ നിന്ന് ഇത് കേട്ട് ഇറങ്ങിപ്പോവുകയാണ്. അതാണ് നമ്മൾ തുടക്കവാചകത്തിൽ കേട്ടത്. ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ശരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് ഒരു പക്ഷേ പത്രോസ്ലീഹ ആയിരിക്കാം. അതിൻ്റെ കാരണം ആ കൺവെൻഷന്റെ യഥാർത്ഥത്തിലുള്ള കൺവീനർ പത്രോസ്ലീഹയായിരുന്നു. സ്വസ്ത്രക്കാഴ്ച ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ജനസമൂഹത്തിൽ നിന്ന് ഒരു പറ്റ മനുഷ്യരിങ്ങനെ ഇറങ്ങി ഓടുകയാണ്. പത്രോസ് ഒരു പക്ഷേ ഈശോയുടെ അടുക്കൽ വന്ന് ചെറിയ പരിഭവവും പരാതിയും ഒക്കെ ഉന്നയിക്കാനിടയുണ്ട്. എന്ത് പണിയാണ് ഈശോയെ കാണിച്ചത്? ഇവരിങ്ങനെ ഇറങ്ങി പോയതിൻ്റെ കാരണം അങ്ങേക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഇത്ര കട്ടിയായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഒരല്പം വെള്ളം കലർത്തി, മായം കലർത്തി, മയപ്പെടുത്തി, പരുവപ്പെടുത്തി, പാകപ്പെടുത്തി പറഞ്ഞാൽ പോരെ? പൊടുന്നനെ ഈശോ പത്രോസിനോടും ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാവാം, എന്തേ നിനക്കും പോകണോ? കാണാതെ പോയ ഒരാടിനെ തേടി തിരഞ്ഞിറങ്ങിയ ഈശോ, കാണാതെ പോയ ഒരു നാണയത്തിന് വേണ്ടി വീട് മുഴുവൻ അടിച്ചു വാരി തപ്പിയ ഈശോ, ആ ഈശോ ഇങ്ങനെ നോക്കുമ്പോൾ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെ പോലും തിരിച്ചു വിളിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്: അടിസ്ഥാന പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാനായിട്ട് ഈശോ ഒരുക്കമല്ല. അടിസ്ഥാന പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാനായിട്ട് ഈശോ ഒരുക്കമല്ല. അതിനകത്ത് നോ കോംപ്രമൈസ്. അതാണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ്. അതായിരുന്നു ഈശോയുടെ നിലപാട്. അതാണ് ഇന്ന് സഭയുടെ നിലപാട്. സഭയിൽ ആദ്യം വിഭജനമുണ്ടായതും വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് വിഭജനത്തിൻ്റെ ഏതാണ്ട് ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും വിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ചുള്ള ചില പ്രശ്നങ്ങളും വാർത്തകളും ഒക്കെയാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുർബാനയെ പറ്റി അത് നിനക്ക് മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാനായിട്ടോ മായം കലർത്താനായിട്ടോ പാടില്ല. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയെ ആവോളം സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുമൊക്കെ ആയിട്ട് ഈ കാലഘട്ടവും ഈ ഞായറാഴ്ചയും നമ്മെ ഒരുപാട് സഹായിക്കട്ടെ.
വിശുദ്ധ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.